ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. റഹീസ്, ഇപ്പോൾ വാർത്താ സമ്മേളനം ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? സ്മൃതി, അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനമുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങളെ അക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അത് മന്ത്രി മാത്രമാണോ വാർത്താ സമ്മേളനം നടത്തുക, അതോ സമരസമിതി നേതാക്കൾ കൂടി ഇരുന്നിട്ടാണോ എന്നൊരു കാര്യം വ്യക്തമല്ല. സ്വാഭാവികമായും ഒരു സമരത്തിന്റെ അവസാനമാണെങ്കിൽ സമരസമിതി നേതാക്കൾ കൂടി ഒപ്പം ഇരുന്നിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാകാനാണ് സാധ്യതയുള്ളത്. കാരണം ചർച്ചകൾ അവസാനിച്ചു എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. സമരം പിൻവലിച്ചു എന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. സമരസമിതി നേതാക്കൾ തിരിച്ച് ഈ സമരപ്പന്തലിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരുമിച്ചിരുന്നുള്ള ഒരു വാർത്താ സമ്മേളനം എന്ന് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന അനക്സിലേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തി അല്പസമയത്തിനകം വിടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപാൽ, മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഗോപാൽ ഉണ്ടുതാനും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വന്നോ? ഇല്ല, ഞങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് പോയ അവരുമായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. പ്രസ് മീറ്റ് ഉണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വളർമതി വെള്ളം കുടിച്ച് നിരാഹാരം അവസാനിപ്പിച്ചതിനെ കുറിച്ച് അത് ഞങ്ങൾ ന്യൂസ് വഴിയാണ് കാണുന്നത്. കണ്ടതേ ഉള്ളൂ. അല്ലാതെ എന്ത് പരിഹാരത്തിന്റെ പുറത്താണ് വെള്ളം കുടിച്ചതെന്ന് അറിയില്ല. വെള്ളം കുടിച്ചപ്പോ എന്തായാലും നിരാഹാരം അല്ല, എന്ത് പരിഹാരം, എന്താണ്, ഏതൊക്കെ നമ്മളെ ഇതാണ് അംഗീകരിച്ചെന്ന് അറിയത്തില്ല. കേൾക്കുന്നത് ഒരു ആശ്വാസമാണ്. കേൾക്കുന്നത് വളരെ ആശ്വാസമാണ്. മീഡിയയിലൂടെ ഉള്ള അറിവാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. മീഡിയയിലൂടെ മാത്രമാണ് നമ്മളിപ്പം വളർമതി ടീച്ചർ വെള്ളം കുടിച്ചു എന്ന അതും കണ്ടായിരുന്നു. നിങ്ങളുടെ അതിനകത്ത് ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം അങ്ങനത്തുള്ള അറിവാണ് ഉള്ളത്. ബാക്കി സമരസമിതി നേതാക്കൾ ഇവിടെ വന്നിട്ട് ഔദ്യോഗികമായി ഞങ്ങളെ അറിയിച്ചതിന് ശേഷം ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് അവസാനിച്ചതായിട്ട് പറഞ്ഞു. പക്ഷേ മന്ത്രിക്കൊപ്പം അവരും കൂടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തോന്നുന്നു. ഒരുമിച്ച് പ്രസ് മീറ്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നത് ഒരുമിച്ച് പ്രസ് മീറ്റ് കഴിഞ്ഞ് പറയാമെന്നാണ് പറഞ്ഞത്. ഒരുമിച്ചാണെന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചവരും വന്നോ ഗ്രൂപ്പിൽ? അത് വന്നിട്ടില്ല. അത് ഞങ്ങൾ വീഡിയോ ഫോട്ടോയും കണ്ടതാ. അപ്പൊ സ്മൃതി, സംയുക്ത വാർത്താ സമ്മേളനമാണ് എന്ന് മനസ്സിലാക്കണം. ഇവരുടെ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് പോയ ആളുകൾ മന്ത്രിയുമായി ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുന്നു എന്ന വിവരം മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ ധാരണകൾ അനുസരിച്ചാണ് സമരം അവസാനിപ്പിച്ചത് എന്ന കാര്യം ഇവർക്ക് ഇപ്പോഴറിയില്ല. മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് വിവരം. എന്തായാലും ഒരു പോസിറ്റീവാണ് കാര്യങ്ങൾ എന്നതാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാനുമുണ്ട്. റഹീസ്, ഇപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചതെന്ന് കൂടി ഇപ്പോൾ ഘട്ടത്തിൽ പറയാമല്ലോ. അതിലേതൊക്കെയാണ് അംഗീകരിച്ചതെന്ന് അറിയാൻ അല്പം കൂടി കാത്തിരുന്നാൽ മതിയാവും. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം 1:25 എന്നുള്ള റേഷ്യോ നടപ്പിലാക്കുക. ഡിവിഷൻ ഫോൾ വരുന്ന സ്കൂളുകളിൽ. പിന്നീട് 1:1, അതായത് HDV അല്ല എയ്ഡഡ് സ്കൂളുകളിൽ 1:1 അതിലൊരു പോസ്റ്റ് PSCക്ക് വിടുക എന്നുള്ള ഇവരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമരസമിതി ആളുകളോ ആംബുലൻസ് വന്നു. സ്മൃതി, ചർച്ചയ്ക്ക് പോയ സമരസമിതി നേതാക്കൾ വളർമതി അടക്കമുള്ള ആളുകൾ തിരിച്ചു വന്നു. ആംബുലൻസിൽ നിന്ന് വളർമതി അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങും. സമരം നിരാഹാരം അവസാനിപ്പിക്കുന്നത് കണ്ടു. സമരം അവസാനിച്ചോ? ഞാൻ അവിടെ എത്തിയിട്ട് മാധ്യമങ്ങളെ കാണാം. അവിടെ എത്തിയിട്ട് ഇപ്പോൾ വളർമതിയാണ് സംസാരിച്ചത്. മാധ്യമങ്ങളെ കാണാം എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ആംബുലൻസിലായിരുന്നു ചർച്ചയ്ക്ക് സമരസമിതി നേതാക്കൾ പോയത്. അതേ ആംബുലൻസിൽ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ BJP MLA BB ഗോപകുമാർ അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം യുവമോർച്ച ഈ വിഷയം ഏറ്റെടുത്ത് 2-3 ദിവസം സമരം തുടർച്ചയായി ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി ആണ് യുവമോർച്ചയുടെ ഭാരവാഹികൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. BB ഗോപകുമാർ MLA ഉണ്ട്. സമരത്തിന് പോയ സമരസമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. 13 ദിവസമായി ഇവിടെ സമരത്തിൽ നിരാഹാരമിരുന്ന വളർമതിയും ഒപ്പം പോയ LPST റാങ്ക് ഓർഡേഴ്സിന്റെ ഭാരവാഹികളും ചർച്ച ഇത് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളെ ഇവർ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ സമരപ്പന്തലിലേക്ക് നടക്കാനുള്ള അങ്ങോട്ട് നടന്നു പോവുകയാണ്. അവിടെ ഇരുന്നതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. ഏതൊക്കെ തരത്തിലുള്ള ഇവരുടെ ആവശ്യങ്ങളാണ് അംഗീകരിച്ചത് എന്ന കാര്യത്തിൽ അഭിവാദ്യങ്ങൾ വിളിക്കുകയാണ്. മുഴുമുഴക്കവുമില്ലാതെ
പോരാട്ടത്തിൻ നായികയെ മരണം വരെയും ഞങ്ങൾക്കായി സർവം നിന്നവളെ അങ്ങനെ വെക്കല്ലേ, അങ്ങനെ മയക്ക വെക്കല്ലേ. അങ്ങനെ വെക്കല്ലേ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ വളർമതി ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ 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 വളർമതി ടീച്ചറെ ഇല്ലാതെ പോരാടും പോരാട്ടത്തിൻ നായികയെ ഞങ്ങൾക്കായി വിജയിച്ചേ വിജയിപ്പിച്ചേ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വളർമതി ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ ഒരു 5 മിനിറ്റ് റിലാക്സേഷൻ വേണം, ഒരു 5 മിനിറ്റ് റിലാക്സേഷൻ വേണമെന്നാണ് വളർമതി ടീച്ചർ പറയുന്നത്. 13 ദിവസമായി നിരാഹാര സമരത്തിൽ ഇരുന്ന ആളാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണാം. വളർമതിയും സമരം ചെയ്തവരും ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആംബുലൻസിലാണ് വളർമതി ചർച്ചയ്ക്കായി മന്ത്രിയുടെ അടുത്തേക്ക് പോയിരുന്നത്. ഇപ്പോൾ വളർമതി അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കും.